തിരുവനന്തപുരം കരമനയിലെ ദമ്പതികളുടെ ആത്മഹത്യയിൽ SME ബ്രാഞ്ചിന് മുന്നിൽ മൃതദേഹവുമായി പ്രതിഷേധിക്കുന്നു. ജപ്തി ഭീഷണി മുഴക്കിയ ബാങ്ക് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധിക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഏറ്റെടുത്തോ? ഇതിനപ്പുറം അവരെ കുടുംബത്തെയോ ബന്ധുക്കളെയോ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ ഇതൊരു താക്കീതാണ്. SBIയുടെ അവസാനത്തെ പോരാട്ടമായിരിക്കും. SBI മിനിമം മാന്യത കാണിക്കണം. കാലന്മാരാണ് അകത്തിരിക്കുന്നത്. മനുഷ്യത്വം എന്ന് പറയുന്നത് മനസാക്ഷിയില്ലാത്ത കുറെ കൂട്ടങ്ങള്, ഈ പാവങ്ങള് 3 ഇരട്ടി അടച്ചിട്ടും വീണ്ടും കൊലക്കിരയാക്കിയ ഇവിടത്തെ മാനേജര്, റീജണൽ മാനേജര്, റിക്കവറിയുടെ മാനേജര് നരഹത്യക്ക് കേസെടുക്കണം പോലീസ് എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇത് വെറുതെ ഒരു ആവശ്യമല്ല. ഈ ആവശ്യങ്ങൾ പരിഹരിക്കുന്നത് വരെ ഞങ്ങള് ഇവിടെ തന്നെ തങ്ങും. കൂടുതൽ സമയം താമസിച്ചാൽ ഇവിടത്തെ ജനങ്ങൾ വരും. അതൊരു പ്രതിഷേധമാകും. ഞങ്ങളുടെ സമാധാനമായിട്ടുള്ള സമരത്തിന് നമ്മളെ ക്ഷമയെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഉടൻ തന്നെ ചർച്ച നടത്തി ഇത് പരിഹരിക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ചർച്ചയ്ക്ക് ശേഷം ഉചിതമായ തീരുമാനം എടുത്തിട്ടല്ലാതെ ഈ ബോഡി ഞങ്ങൾ കൊണ്ടുപോകില്ല. ഉചിതമായ തീരുമാനമെന്ന് പറഞ്ഞാൽ എന്ത് നടപടിയോ ഈ 2 പേരുടെ പേരിൽ എടുക്കട്ടെ. അവരാവശ്യപ്പെട്ട പ്രകാരം വന്നിട്ടുണ്ട്. ഇനി അവരെ കുടുംബത്തെയും കൂടി കൊല്ലാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ റോഡിലിറങ്ങി ഈ ഉദ്യോഗസ്ഥന്മാർ നടക്കൂല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. മൃതദേഹം ബാങ്കിന് മുന്നിൽ വെച്ച് പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുകയാണ് നാട്ടുകാർ. കഴിഞ്ഞ ദിവസമാണ് കരമനയിൽ ദമ്പതികൾ ആത്മഹത്യ ചെയ്തത്. ബാങ്കുമായി ഇന്ന് ചർച്ച തീരുമാനിച്ചിരുന്ന സാഹചര്യത്തിൽ കൂടിയായിരുന്നു ആത്മഹത്യ. ഇപ്പോൾ മൃതദേഹം ബാങ്കിന് മുന്നിൽ വെച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയാണ് നാട്ടുകാർ. കടം എഴുതിത്തള്ളാതെ ഇല്ലെങ്കിൽ അനുകൂലമായൊരു നടപടി സ്വീകരിക്കാതെ മൃതദേഹം സംസ്കരിക്കില്ല എന്ന തീരുമാനത്തിൽ നിൽക്കുന്നു പ്രതിഷേധിക്കുന്നവർ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ജപ്തിക്കാര്യം സംസാരിക്കാൻ ഇന്ന് സതീഷിനോടെത്താൻ ആവശ്യപ്പെട്ടിരുന്നു ബാങ്ക്. ജപ്തിയുമായി മുന്നോട്ടു പോകാൻ അനുവദിക്കില്ലെന്നാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ പറയുന്നത്. മൃതദേഹം വെച്ചുകൊണ്ടുള്ള പ്രതിഷേധം ബാങ്കിന് മുന്നിൽ ആരംഭിച്ചിരിക്കുന്നു. RB സനൂപ് ചേരുന്നു. സനൂപ്, എന്താണ് പ്രതിഷേധക്കാർ പറയുന്നത്? ധന്യ, ഇന്നലെയാണ് കരമന സ്വദേശികളായിട്ടുള്ള K സതീശനും ഭാര്യ V ബിന്ദുവും ആത്മഹത്യ ചെയ്തത്. ബാങ്കിൽ നിന്നുള്ള ജപ്തി നോട്ടീസ് പലതവണയായിട്ട് ഇവർക്ക് വന്നിരുന്നു. അതിന്റെ കടഭാരം കൂടി. പക്ഷേ എന്നിട്ടും ബാങ്ക് ഒരു വിധത്തിലുള്ള സഹകരണം ബാങ്കിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അതേ തുടർന്ന് ആ മനോവിഷമത്തിലാണ് ഇവർ ആത്മഹത്യ ചെയ്തു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഈ പ്രതിഷേധക്കാർ ആരോപിക്കുന്നത്. ബാങ്കിൽ നിന്ന് ഈ കോൺട്രാക്ടറായിരുന്ന സതീശൻ കോവിഡിനൊക്കെ മുമ്പ് ഒരു 64 ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു. പക്ഷേ കോവിഡ് സമയത്ത് വർക്കുകളെല്ലാം നിൽക്കുകയും സതീശന് ഈ അങ്ങനെ സാമ്പത്തിക ബാധ്യത കൂടിയപ്പോൾ കോൺട്രാക്ടർ പണി വിട്ടിട്ട് അദ്ദേഹത്തിന് ഓട്ടോ ഓടിച്ച് ദൈനംദിന കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഗതിയിലേക്ക് വന്നു പോയി. അപ്പോഴും ഈ ലോൺ അടയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ഈ കോവിഡ് സമയത്ത് അദ്ദേഹത്തിന് അസുഖമൊക്കെ വന്ന സമയത്ത് ബാങ്ക് തന്നെ അദ്ദേഹത്തിനെ നിർബന്ധിച്ച് 1,10,00,000 രൂപയായിട്ട് ഈ വായ്പ പുതുക്കി വെക്കാൻ ആവശ്യപ്പെട്ടു. അത് പ്രകാരം വായ്പ പുതുക്കി വെക്കുകയും ചെയ്തു. പക്ഷേ അതിൽ നിന്നുള്ള തുക സതീശന് നൽകിയില്ല. അത് പലിശ ഇനത്തിൽ ഉൾക്കൊള്ളിക്കുകയാണ് ബാങ്ക് ചെയ്തത്. ഇതിനിടയിൽ പലതവണ ഈ ചെക്കും മറ്റുമൊക്കെ മാറി സതീശന്റെ അക്കൗണ്ടിൽ പണം വന്നു. ആ പണമെല്ലാം SBI ബാങ്ക് ഈ റിക്കവർ ചെയ്ത് എടുത്തുകൊണ്ട് പോയി എന്നുള്ള ഒരു ആരോപണമാണ് വരുന്നത്. ഇപ്പോ 2,62,00,000 രൂപ കൂടി അടയ്ക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് 2 തവണ ജപ്തി നോട്ടീസുമായിട്ട് വീട്ടിൽ വന്നത്. കഴിഞ്ഞ ദിവസം വന്ന സമയത്ത് ഇവർ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയെ തുടർന്ന് പോലീസുമായി എത്തിയ ബാങ്ക് അധികൃതർ ഇവിടെ നിന്ന് പോവുകയായിരുന്നു. പക്ഷേ ഇന്നലെ രാവിലെ കാണുന്ന കാഴ്ച സതീശന്റെ കഴുത്തിൽ മുറിവേറ്റ് കിടക്കുന്ന കാഴ്ച, തൊട്ടപ്പുറത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ ബിന്ദു മരിച്ചു കിടക്കുന്ന കാഴ്ചയായിരുന്നു. ഇത് ഈ പറയുന്ന പോലെ സാമ്പത്തിക ബാധ്യത കൊണ്ടാണ് മരിച്ചു എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നത്. ഇപ്പോൾ മൃതദേഹം വെച്ചുകൊണ്ട് തിരുവനന്തപുരത്തെ SBIയുടെ SME ബ്രാഞ്ചിന് മുന്നിൽ പ്രതിഷേധം നടക്കുകയാണ്. ഈ ജപ്തി എഴുതിത്തള്ളണമെന്നതാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം.